ആദ്യം ശ്രീ കെ വി എസ് ഹരിദാസ് 13-ാം തീയതിയാണോ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്? അല്ല നികേഷ്, ഒരു 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 സംശയം വേണ്ട. 400-ലേറെ സീറ്റുമായിട്ട് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇന്ന് അമിത്ഷാ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 380 സീറ്റിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 270 എണ്ണം NDA BJP ജയിക്കുമെന്നാണ്. 380-ല് 270 എണ്ണം ഇതിനകം ജയിക്കും എന്നുള്ള ബോധ്യം, ഉറപ്പ് BJPക്ക് ഉണ്ട് എന്നാണ്. അതായത് ലോക്സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യം എത്തിക്കഴിഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇത് അമിത്ഷാ പറയുന്നത് മാത്രമല്ല. ഇന്നലത്തെ ഇന്ത്യ ടുഡേയുടെ ചാനലിൽ നമ്മൾ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മറ്റ് ചില മാധ്യമങ്ങളൊക്കെ ചില നാറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. പക്ഷെ ഇന്നലെ ഇന്ത്യ ടുഡേയിൽ രാജീവ് സർദേശായിയുടെ പതിവ് പ്രോഗ്രാമിൽ പ്രദീപ് ഗുപ്ത, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല സെഫോളജിസ്റ്റുകളിൽ ഒരാളാണ്, ആക്സിസ് മൈ ഇന്ത്യയുടെ തലവനാണ്. അദ്ദേഹം വന്ന് പറഞ്ഞത് എന്താ? അദ്ദേഹം അതിനു മുമ്പ് ഐതക് ചാനലിലും ഇതേപോലെ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. പ്രദീപ് ഗുപ്ത പറഞ്ഞത് 2019-ലെ തെരഞ്ഞെടുപ്പ് ഞാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചതാണ്. അതിൽ നിന്ന് ഭിന്നമായ ഒരു സാഹചര്യവും 2024-ൽ കാണുന്നില്ല. നികേഷുകാർ ഒരു കാര്യം കൂടി ഓർക്കണം. 2019-ലെ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത ഏജൻസിയാണ് ആക്സിസ് മൈ ഇന്ത്യ. ഏതാണ്ട് 99% കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത ഏജൻസിയാണ്. അദ്ദേഹമാണ് പറയുന്നത് 2019-ൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇന്ത്യയിൽ കാണുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രദീപ് ഗുപ്തയോ അല്ലെങ്കിൽ ആക്സിസ് മൈ ഇന്ത്യയോ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ രാജ്ദീപ് സർദേശായിയുടെ ഷോയിൽ അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായി പ്രദീപ് ഗുപ്തയുടെ അഭിപ്രായമായിട്ടല്ലേ അതിനെ കാണാനാകൂ. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് റിസർച്ച് നടത്താൻ പറ്റില്ലല്ലോ, ഈ സമയത്ത് നിങ്ങൾക്ക് എക്സിറ്റ് പോൾ നടത്താൻ പറ്റില്ലല്ലോ, ഈ സമയത്ത് നിങ്ങൾക്ക് സർവേ നടത്താൻ പറ്റില്ലല്ലോ. അല്ല നികേഷേ, എക്സിറ്റ് പോളോ സർവേയുടെ കാര്യമല്ല. എക്സിറ്റ് പോളും സർവേയും അവർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ ചാനലിൽ വന്ന് പറഞ്ഞത് ഫിഗേഴ്സ് സംബന്ധിച്ച് ഞാനൊന്നും പറയില്ല. ഇലക്ഷൻ കമ്മീഷണർ ഡയറക്റ്റീവ് ഉണ്ട്, ഐ കനോട്ട് സ്പീക്ക് ഓൺ ദാറ്റ്. പക്ഷെ ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് അതൊരു വ്യക്തിയുടെ അഭിപ്രായം, ഒരു സിഫോളജിസ്റ്റിന്റെ അഭിപ്രായം എന്ന നിലയിലാണ് കെ വി എസ് ഹരിദാസ് അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, സത്താ മാർക്കറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ കെ വി എസ്? അല്ല ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ നികേഷ്. 2-3 ആളുടെ അഭിപ്രായം കൂടിയുണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ. നിങ്ങൾ ഏതായാലും ഒരു ഫേക്ക് നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ കുറെ നാളുകളായിട്ട് കേരളത്തിൽ അങ്ങനെ ഒരു ഫേക്ക് നറേറ്റീവ് ഒക്കെ സൃഷ്ടിച്ചിട്ട് എന്ത് കാര്യം? കെ വി എസ് ഹരിദാസ് ഇനി രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടെന്ന് ആരോപിച്ചാൽ പോലും അല്ല ഒരു കാര്യവും ഇല്ല എന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങളെ പോലുള്ളവർ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെ നോക്കൂ, ഒരു കാര്യമില്ല എന്നറിഞ്ഞിട്ടാണ് ഞങ്ങളെ പോലുള്ളവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുന്നു ശ്രീ കെ വി എസ് ഹരിദാസ്? നോക്കൂ, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോ ശരിയാണ്, ഒരു പ്രദീപ് ഗുപ്ത വന്ന് പറഞ്ഞു 2019 വ്യത്യസ്തമായ ഒരു നറേറ്റീവ് ഇല്ല. അല്ല, കെ വി എസ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയട്ടെ, 2019 നിന്ന് വ്യത്യസ്തമായ ഒരു നറേറ്റീവ് ഇല്ല എന്നൊരു സിഫോളജിസ്റ്റ് അഭിപ്രായ പ്രകടനം നടത്തി. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ എവിടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടോ അതിലൊന്നാണ് സത്താ മാർക്കറ്റ്. സത്താ മാർക്കറ്റ് സാധാരണഗതിയിൽ അവരുടെ പ്രഡിക്ഷൻ വിജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംവിധാനമാണ്. 275 മുതൽ 285 വരെ സീറ്റുകളാണ് NDAക്ക് ആകെ കിട്ടുക എന്നാണ് സത്താ മാർക്കറ്റ് പ്രവചിച്ചിട്ടുള്ളത്. അല്ല അത് ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് ഈ സാത്താ മാർക്കറ്റും അതുപോലെ അനവധി ആൾക്കാർ പല പ്രഡിക്ഷൻസും നടത്തുന്നുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ, ആ വിലയിരുത്തലിനെ വിസ്റ്റാൻഡ് ചെയ്യുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ പുറത്ത് കേൾക്കുമ്പോൾ ഞാനത് നിങ്ങളുടെ സമക്ഷം വച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള അധികാരം അവകാശം ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അവന്റെ പൊളിറ്റിക്സ് ആണല്ലേ. പ്രദീപ് ഭണ്ഡാരി മാത്രമല്ല,
പ്രദീപ് ഭണ്ഡാരി മാത്രമല്ല, പ്രശാന്ത് കിഷോർ, ഇവരൊക്കെ പറയുന്നു. പ്രശാന്ത് കിഷോർ ഒന്നും BJPയുടെ പിന്നാലെ നടക്കുന്ന ബംഗാളിലെ പണ്ട് സഖ്യം പറഞ്ഞ അഭിപ്രായം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, എന്റെ മുന്നിലുള്ളൂ. അല്ല, ഇന്നിപ്പോ ഞാൻ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് താങ്കളുടെ മുമ്പിൽ വെക്കുന്നത്. ഇന്നത്തെ അഭിപ്രായങ്ങളാണ് ഇന്ന് പുറത്തു അങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. അതിനൊന്നും ബാല്യം യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനില്ല. 4 ഘട്ടം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വെറും 3 ഘട്ടം മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദി വാരണസിയിൽ നാമനിർദ്ദേശ പത്രിക കൊടുത്തിരിക്കുന്നു. ഉടനെ അദ്ദേഹം പറയാണ് 13-ാം തീയതി ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ G7 ഉച്ചകോടിക്ക് ഇറ്റലിയിലേക്ക് പറക്കും, കുറച്ച് ഷെഡ്യൂള് ബിസി ആയിരിക്കുമെന്ന്. അത്രയ്ക്കൊക്കെ ഒരു ആത്മവിശ്വാസത്തിനുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ KV സിനോടൊന്നും ഭംഗ്യന്തരേണ ചോദിച്ചുള്ളൂ തുടക്കത്തിൽ. അതെ നികേഷേ, ആ ആത്മവിശ്വാസം ഇന്ന് നരേന്ദ്രമോദിക്കുണ്ട്, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന BJPക്കുണ്ട്, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന NDAക്കുണ്ട്.